പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ മേലൊരു വിളി കിടപ്പുണ്ട്. നമ്മൾ എപ്പോഴാണോ നമ്മുടെ മേൽ കിടക്കുന്ന വിളിയെ തിരിച്ചറിയുന്നത്, അപ്പോഴാണ് നമുക്ക് കർത്താവിന് വേണ്ടി കൂടുതൽ ചെയ്യുവാനും കർത്താവിന് വേണ്ടി നിൽക്കുവാനും കർത്താവിലായിരിക്കുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ബോധ്യം, കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള ബോധ്യം എത്രത്തോളം നമ്മുടെ ഉള്ളിൽ വരുന്നു, അത്രത്തോളം നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ലക്ഷ്യത്തോടെ നമുക്ക് ഓടാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും മനുഷ്യരെ ചിന്തിച്ചു വെച്ചിരിക്കും. ലോകം എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ സിസ്റ്റത്തെ നമ്മൾ മനസ്സിലാക്കണം. ലോകത്തെ വെറുക്കുക എന്ന് പറയുന്ന വാക്ക് നമ്മൾ പലപ്പോഴും തെറ്റായിട്ട് ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ലോകത്തിലുള്ളവരൊക്കെ വെറുക്കും. നമ്മുടെ ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ കുടുംബാംഗങ്ങളെ പോലും ലോകം എന്ന കാഴ്ചപ്പാടുകൊണ്ട് മാറ്റി നിർത്തും. അല്ല, ലോകം എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ തെറ്റായ കാര്യങ്ങൾ, തെറ്റായ നടപടികൾ, തെറ്റായ രീതികൾ, അതിനെയാണ് ലോകം എന്ന വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ വിളിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ആ സ്നേഹമില്ലാതിരിക്കുന്ന അവസ്ഥയെ ലോകത്ത് ചുറ്റുപാടുകളിൽ കാണുമ്പോൾ അതിനോട് പ്രതികരിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക. നന്ദിയില്ലാത്തവരായി, വിശ്വസ്തതയില്ലാത്തവരായി ലോകത്തിൽ ഒരു കൂട്ടം ആളുകൾ നിൽക്കുമ്പോൾ, അല്ല, അതിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ട് വിശ്വസ്തരായിട്ട്, സ്നേഹിക്കുന്നവരായി, ക്ഷമിക്കുന്നവരായി, ആ കർത്താവിന്റെ, അതായത് വചനം പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുക. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനത്തിൽ 2-ാം അധ്യായത്തില് 14-15 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാക്കേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യും. 15-ാം വാക്യം: അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. അപ്പൊ അവിടെ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുക. അപ്പൊ അങ്ങനെ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ, കർത്താവിന് വേണ്ടി പ്രകാശിക്കാനായിട്ട് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: അവരുടെ ഇടയിൽ, ആരുടെ ഇടയിലാണ്? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ. അവരുടെ ഇടയിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? വിശ്വസ്തരും പരമാർത്ഥികളും കർത്താവിന് വേണ്ടി നിൽക്കുന്നവരും പെറുപെറുപ്പില്ലാത്തവരും നിഷ്കളങ്കരും ഒക്കെ ആയിരിക്കണം എന്നാണ് വചനത്തിൽ പറയുന്നത്. അപ്പൊ നമ്മൾക്ക് അവരുടെ ഇടയിൽ പ്രകാശിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ വിട്ട് ഓടിപ്പോവുകയല്ല ചെയ്യണം, അവരുടെ ഇടയിൽ വസിച്ചുകൊണ്ട് അവർക്കായി നിൽക്കണം. കർത്താവിന്റെ വെളിച്ചമായിട്ട് നമ്മൾ മാറും. അതായത് ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ലോകത്തെ വെറുക്കുക എന്ന ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വന്നിട്ട് നമ്മൾ എല്ലാവരിൽ നിന്നും മാറി നിൽക്കും. ലോകത്തിലുള്ള എല്ലാവരും കുടുംബാംഗങ്ങളെ പോലും വേറിട്ട് കാണുന്ന നിലയിലുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ കടന്നു. എന്നാൽ അത് തെറ്റാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. അത് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമ്മള് വ്യത്യസ്തരായി, ഞാൻ വ്യത്യസ്തനാണ് എന്നല്ല നാം ചിന്തിക്കുന്നത്, പക്ഷെ നാം വ്യത്യസ്തരായി ചിന്തിക്കുന്നവരാണ്. അതായത് ഞാൻ എല്ലാവരിൽ നിന്നും വേറെ ആളാണ്, അവരൊന്നും കൊള്ളത്തില്ലാത്തവർ, അവരൊന്നും കൂട്ടുകൂടാൻ കൊള്ളത്തില്ല, ഞാൻ അതുകൊണ്ടാണ് അവരുടെ ഒന്നും അടുക്കൽ പോകാത്തത്. ആ അർത്ഥത്തിൽ ഞാൻ വ്യത്യസ്തനാണെന്ന് ചിന്തിക്കുകയല്ല നമുക്ക് വേണ്ടത്. അവരുടെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ വ്യത്യസ്തമായി ചിന്തിക്കാൻ സാധിക്കും. അതാണ് ശരിക്കും കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കർത്താവ് യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിലെല്ലാം യേശു പാപികളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതൻ എന്നാണ് അറിയപ്പെട്ടത്. അത് തന്നെ വലിയൊരു അപവാദമായിട്ടും അവർ പറഞ്ഞു. യേശുവിന് വിരോധമായി അവർ ഉയർത്തിയ ഒരു വലിയ അപവാദമാണ്. എന്നാൽ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ 12 പേരെ കർത്താവ് തന്റെ കൂടെ നിൽക്കുവാനായിട്ട്, കർത്താവ് അത് നമ്മുടെ വചനത്തിൽ കാണുന്ന, തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനായി രോഗികളെ സൗഖ്യമാക്കേണ്ടതിനും അവൻ 12 പേരെ തെരഞ്ഞെടുത്തു എന്നാണ് വചനത്തിൽ പറഞ്ഞത്. അവിടെ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്: തന്നോടുകൂടി ഇരിപ്പാൻ. അപ്പൊ കർത്താവ് അവരെ തെരഞ്ഞെടുത്തതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ട് പറഞ്ഞ അവന്റെ കൂടിരിക്കാനുണ്ട്, കർത്താവിന്റെ കൂടിരിക്കാനുണ്ട്. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തില് അവൻ പിന്നെയും മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു.
അവൻ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനായി ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു. അപ്പൊ കർത്താവ് തന്നെ ശുശ്രൂഷയിൽ താൻ എല്ലാവരിൽ നിന്നും മാറി നിന്നുകൊണ്ടായിരുന്നില്ല. നമുക്കറിയാം യൂദാസ് ഒറ്റിക്കൊടുക്കാനായിട്ട് ഉള്ള വ്യക്തിയാണ്. പത്രോസ് തള്ളിപ്പറയാൻ പോകുന്ന വ്യക്തിയാണ്. യോഹന്നാനും ഒക്കെ ദൈവവചനത്തിന് വിരുദ്ധമായ ചില സമയത്തൊക്കെ ദൈവിക ആത്മാവിനാൽ അല്ലാത്ത നയിക്കപ്പെട്ടവർ, ശമര്യയിലുള്ളവർ തീ ഇറക്കി നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കൂട്ടരെ അവരുടെ കൂടെയാ കർത്താവ്. നമുക്കറിയാം സക്കായി എന്ന് പറയുന്ന ചുങ്കക്കാരനെ സമൂഹത്തിൽ മുഴുവൻ വെറുപ്പായിരുന്നു. പക്ഷെ അവന്റെ വീട്ടിൽ പോയി അവന്റെ കൂടെ ഭക്ഷണം കഴിച്ചു. അപ്പൊ ഇവരെ സംബന്ധിച്ച് പരീക്ഷനായിരിക്കുന്ന ശീമോന്റെ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ളത്. പക്ഷെ യേശു അവിടെ പോയി. അപ്പൊ യേശു ക്രിസ്തുവിന് ആരെയും ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള ശുശ്രൂഷ ആയിരുന്നില്ല. യേശു അവരുടെ കൂടെ നടന്നുകൊണ്ടുള്ള ശുശ്രൂഷയാണ്. നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശു തന്നെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോ തന്നോടുകൂടി ഇരിപ്പാൻ. അവിടെ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ പരമപ്രധാനമായ കാര്യം കൂട്ടായ പ്രവർത്തനം, ആരിൽ നിന്ന് മാറി നിന്നുകൊണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാണെന്ന് ചിന്തിച്ച് വ്യത്യാസമായി മാറി നിൽക്കുന്നത് ദൈവിക പദ്ധതിയല്ല. എന്നാൽ വ്യത്യസ്തമായി ഞാൻ വ്യത്യസ്തനാണ്, ഒറ്റപ്പെട്ട് ഞാൻ എല്ലാവരിൽ നിന്നും മാറി നിൽക്കേണ്ടവനാണ്, ഞാൻ ഐസൊലേഷൻ ആവുക എന്ന് പറയുന്നത് അത് ദൈവികമല്ല. എന്നാൽ അവരുടെ കൂടെ നടന്നുകൊണ്ട് തന്നെ വ്യത്യസ്തമായി ചിന്തിച്ച് സെപ്പറേറ്റഡ് ആയി നിൽക്കുക എന്നത് ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. അത് ദൈവത്തിന്റെ പദ്ധതി. അപ്പോഴും നമ്മൾ വ്യത്യസ്തമായി ചിന്തിക്കുമ്പോൾ നാം മറ്റുള്ളവരെ മാനിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കും. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് 12 അപ്പോസ്തലന്മാരെ കർത്താവ് തരുന്നു. ആ 12 പേരുടെയും ക്യാരക്ടർ ഡിഫറെന്റ് ആണ്. പക്ഷെ ആ 12 പേരിൽ ആരെയും കർത്താവ് എന്താ പറയുക, ഒരുമിച്ച് തന്നെയാണ് നിർത്തി. എന്നാൽ ആ 12 പേരിൽ നമുക്ക് പത്രോസിനെ കാണുമ്പോൾ, പത്രോസിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, പത്രോസിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കർത്താവിനോട് ചോദിച്ചൊരു കാര്യം, കർത്താവ് അവരോട് ചോദിച്ചൊരു കാര്യമുണ്ട്. അത് നമ്മള് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കാണും. പുരുഷാരം എന്നെ ആരെന്ന് പറയും. മറുപടിയായിട്ട് അവർ പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അതായത് പത്രോസ് പറഞ്ഞ മറുപടിയാണ്. ശിഷ്യന്മാരെല്ലാരും പറഞ്ഞ മറ്റു പല കാര്യങ്ങൾ, യെരമ്യാവാണ്, ഏലിയാവാണ്, ഇതൊക്കെയാണ്. പക്ഷെ യേശുവിന്റെ അടുത്ത ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് പത്രോസ്, നീ ജീവനാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. എന്നാൽ അതേ 16-ാം അധ്യായത്തിൽ അതിനെ തുടർന്ന് യേശു പറഞ്ഞത്, ഞാൻ മനുഷ്യപുത്രരുടെ കയ്യിൽ പുത്രന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവര് എന്നെ കൊല്ലും. ഇതൊക്കെ കർത്താവ് പറഞ്ഞപ്പോ പത്രോസ് ഉടനെ തന്നെ യേശുവോട് പറഞ്ഞത്, കർത്താവേ, അങ്ങേക്ക് ഇത് സംഭവിക്കാൻ പാടില്ല. അപ്പൊ ഈ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പത്രോസ് വിരുദ്ധ അഭിപ്രായമുള്ളവരാണ്. കർത്താവ് പറഞ്ഞ കാര്യത്തോട് എതിർപ്പുണ്ട്. ആ എതിർപ്പ് പ്രകടമാക്കി. നമുക്കറിയാം, യേശുവിന്റെ അടുക്കൽ യേശു ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന സമയത്ത് യേശു പത്രോസിന് അടുക്കുന്ന പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്റെ കാല് കഴുകരുത്. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ നിന്റെ കാല് കഴുകുന്നില്ലെങ്കിൽ നിനക്ക് നമ്മൾ തമ്മിൽ കൂട്ടായ്മയും. ഉടൻ തന്നെ പത്രോസ് പറഞ്ഞു, അങ്ങനെയാണ് എന്റെ കാലും എന്റെ തലയും ശരീരം മുഴുവൻ കഴുകണം. അപ്പൊ യേശു പറഞ്ഞു, എന്നോട് കുളിച്ചിരിക്കുന്നവന് കാല് മാത്രം കഴുകാം. അപ്പൊ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പത്രോസ് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ പത്രോസ് ഒരിക്കലും ഒറ്റപ്പെട്ടു പോകുന്നവനായിരുന്നു, കൂടെ നടക്കുന്നവനായിരുന്നു. പത്രോസിന്റെ ജീവിതത്തിലെ നമ്മൾ അടുത്ത് നോക്കുമ്പോൾ പത്രോസ് എപ്പോഴും ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ആണ്. നമുക്കറിയാം, മറുരൂപ മലയിലേക്ക് കർത്താവ് കയറി പോയപ്പോ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ 3 പേരിൽ ഒരാളായിരുന്നു പത്രോസ്. ഗതസമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് യേശു സെപ്പറേറ്റ് ആയിട്ട് പോയിരുന്ന സമയത്ത് അവിടെയും തന്റെ കൂടെ ഉണ്ടായിരുന്നവനാണ് പത്രോസ്. അതുപോലെ തന്നെ യായിറൂസിന്റെ കുഞ്ഞിനെ ഉയർപ്പിക്കാനായിട്ട് യേശു പോയപ്പോഴും അവിടെയും ആ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ 3 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. ആ ഉള്ളിലേക്ക് പ്രവേശിച്ച 3 പേരിൽ ഒരാളായിരുന്നു. അപ്പൊ ഇവിടെ എല്ലാം പത്രോസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പത്രോസ് കൂട്ടായി നിൽക്കുന്നു. യേശുവിന്റെ ശുശ്രൂഷയെ നമ്മൾ വളരെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതായത് യേശു കഴുതയാകുന്ന വാഹനത്തിന്റെ പുറത്ത് കയറി താൻ യെരൂശലേമിലേക്ക് പട്ടണത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുമ്പോൾ യേശു എതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് കഴുതയെ അഴിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞപ്പോ 2 പേരെയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും, പെസഹ ഒരുക്കാനായിട്ട് കർത്താവ് പ്ലാൻ ചെയ്തപ്പോ 2 പേരെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം
10-ാം അധ്യായത്തിൽ 9-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിലും ഒക്കെ 10-ാം അധ്യായത്തിലും ഒക്കെ 70 പേരെ അയച്ചു. 10-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിലാണ് കാണുന്നത് 70 പേരെ, വേറെ 70 പേരെ അയച്ചു. ആ 70 പേരെ അയച്ചപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വചനത്തിൽ കാണുന്നത്. ആ 70 പേരില് അവരെ ഈരണ്ടായി അയച്ചു എന്നാണ് കാണുന്നത്. ഈരണ്ടായിട്ട് അയച്ചു. ആ 2 പേരെ ഒറ്റയ്ക്കല്ല അയച്ചു. താൻ പോകാനിരിക്കുന്ന പട്ടണങ്ങളിലേക്ക് 2 പേരെ അയച്ചു. അവിടെ ഒറ്റയ്ക്കല്ല അയക്കും. അപ്പൊ കർത്താവ് അവിടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒറ്റയ്ക്കാരെ അയക്കുന്നില്ല, കൂട്ടമായിട്ട് ഒരുമിച്ച് അയക്കും. എന്നാൽ നമുക്ക് ആ കൂട്ടത്തിൽ ഒരാളെ ഒറ്റയ്ക്ക് കാണാൻ പറ്റും. യൂദാസ് യേശുവിന്റെ പാദപീഠത്തിൽ ഒരു സ്ത്രീ വന്നിട്ട് അവന്റെ പാദത്തിലിരുന്ന് കരഞ്ഞ് പശ്ചാത്തപിക്കുകയും പാപം ഏറ്റുപറഞ്ഞില്ല, പക്ഷെ പശ്ചാത്തപിക്കുന്ന മനോഭാവത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ വിലയേറിയ സ്വച്ഛജല മാംസതയിൽ പാത്രം പൊട്ടിച്ചൊഴിച്ചു. ഉടനെ ആ തൈലത്തിന്റെ സുഗന്ധം ആ ഭവനം മുഴുവൻ നിറച്ചു. ഉടൻ തന്നെ യൂദാസ് പറഞ്ഞത്, ഇത് എന്തിനായി വെറും ചെലവ്, ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം. അത് അവിടെ വ്യക്തമായി പറയുന്നത് അത് ആ ദരിദ്രരോടുള്ള ചിന്താഗതി കൊണ്ടൊന്നുമല്ല. അവൻ ആ പണസഞ്ചി അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ അങ്ങനെ ചിന്തിച്ചു. അതിനകത്തുനിന്ന് എടുത്തു വരുന്നത് കൊണ്ടും അങ്ങനെ ചിന്തിച്ചു എന്ന് വചനത്തിൽ കാണാം. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴം. യേശു തന്റെ ശിഷ്യന്മാരുടെ കൂടെ പെസഹ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ രാത്രി മറ്റെല്ലായിടത്തും കാണുന്ന 2 പേരെ വീതം അയച്ച കർത്താവ് അവിടെ യൂദാസിനോട് കർത്താവ് പറയുകയാണ്, നീ ചെയ്യാനിരിക്കുന്ന പെട്ടെന്ന് പോയി ചെയ്യാൻ വേണ്ടി. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. 2 രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പക്കണ്ണം വാങ്ങിയപ്പോൾ പിശാച് അവന്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്ന് ഒരു സ്ഥലത്ത് നമ്മൾ കാണുമ്പോ, അവൻ അല്ലാതെ തന്നെ അവന്റെ ഉള്ളിൽ പിശാച് കടന്നു എന്ന് നമ്മൾ മറ്റൊരു ഭാഗത്ത് കാണും. അവൻ അപ്പക്കണ്ണം വാങ്ങിയപ്പോൾ അവന്റെ ഉള്ളിൽ പിശാച് പ്രവേശിച്ചു എന്ന് നമ്മൾ ഒരു സ്ഥലത്ത് കാണുമ്പോൾ, മറ്റൊരു സ്ഥലത്ത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ അങ്ങനെയാണ്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെടുകയാൽ അവനെ ഒടുക്കുവാൻ ഉപായം അന്വേഷിച്ചു. എന്നാൽ 12 കൂട്ടത്തിലുള്ള ഇസ്കോരിയോത്ത യൂദായിൽ സാത്താൻ കടന്നു. അവിടെ സാത്താൻ കടന്നു എന്ന് പറയുന്നത് യൂദാസിന്റെ ഉള്ളിൽ സാത്താൻ കടന്നു. എപ്പോഴാണ്? അങ്ങനെ ഒരു സമയം അവിടെ എഴുതിയിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ പെസഹ സെലിബ്രേഷനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യം, അവിടെ അപ്പക്കണ്ണം വാങ്ങിയപ്പോൾ പിശാച് അവന്റെ ഉള്ളിൽ കടന്നു, അവന്റെ ഉള്ളിൽ പ്രവേശിച്ചു. അവിടെ പിശാച് ഉള്ളിൽ പ്രവേശിച്ച യൂദ ഒറ്റയ്ക്ക് കാര്യം ചെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ അവന് ചെയ്തതിന്റെ ഇന്റൻഷൻ ആർക്കും അറിയത്തില്ല. അവന്റെ മനസ്സ് ആരോടും തുറന്നു പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എന്നാൽ നമുക്കറിയാം, പത്രോസ് യേശുവിനെ 3 വട്ടം തള്ളി പറഞ്ഞു. പത്രോസ് യേശുവിനെ 3 വട്ടം തള്ളി. പക്ഷെ ആ പത്രോസ് കൂട്ടം വിട്ടുപോയില്ല, അവരുടെ കൂടെ തന്നെയാണ്. നമ്മൾ പിന്നെയും കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പത്രോസ് മീൻ പിടിക്കാം. പക്ഷെ മീൻ പിടിക്കാൻ പോകുമ്പോഴും പത്രോസ് ഒറ്റയ്ക്കല്ല പോകുന്നത്, കൂട്ടമായിട്ടാണ് പോകുന്നത്. ഈ പത്രോസിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ പത്രോസ് ഒറ്റയ്ക്ക് നടക്കുന്ന ആളായിരുന്നില്ല. അബദ്ധങ്ങൾ ഒത്തിരി കാണിക്കാം. നമുക്കറിയാം, കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നെ വിട്ട് ചെതറിപ്പോകും, ഇടയനെ വിട്ടു ആടുകൾ ചെതറിപ്പോ എന്നൊക്കെ പറഞ്ഞപ്പോ പത്രോസ് പറയും, ആരെല്ലാം വിട്ടേച്ചു പോലെ ഞാൻ പോകുന്നു. അപ്പോഴാ കർത്താവ് പറഞ്ഞു, നീ ഇന്ന് രാത്രിയിൽ 3 വട്ടം എന്നെ തള്ളി പറയാതെ കോഴി 2ാമത്തെ പ്രാവശ്യം കൂവത്. അപ്പോ സംഭവിച്ചു, അത് തന്നെ സംഭവിച്ചു. അതുപോലെ തന്നെ പത്രോസിനെ നമുക്കറിയാം. പത്രോസ് പല സ്ഥലത്തും പെട്ടെന്ന് പ്രതികരിക്കുന്ന വ്യക്തിയാണ്. യേശുവിനെ പിടിക്കാനായിട്ട് വന്ന ഒരാളുടെ കാതറുത്തവനാണ്. അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കുന്ന വ്യക്തിയാണ് പത്രോസ്. അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കുന്ന വ്യക്തിയാണെങ്കിലും പത്രോസിനെ സംബന്ധിച്ചിടത്തോളം കൂട്ടത്തിൽ ഒരുമിച്ച് നടക്കുന്നുണ്ട്. അവരുടെ അടിവിൽ
അവരുടെ ഇടയിൽ ഒരു 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 എന്തോ ഒരു പ്രകാശം കൊടുക്കുന്ന ഒരുത്തനായിട്ട് തന്നെയാണ് അവൻ നിന്നത്. അതുകൊണ്ടാണ് പത്രോസിനെ കുറിച്ച് കർത്താവ് പറഞ്ഞത്, നിന്നെ പാറ്റേണ്ടതിന് പിശാച് ചോദിച്ചു, നിങ്ങളെ പാറ്റേണ്ടതിന് പിശാച് ചോദിച്ചു, പക്ഷേ പത്രോസ് നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാനായിട്ട് ഞാനത് അനുവദിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, നീ മടങ്ങി വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കണം. പത്രോസ് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും കൂട്ടം കൂടി നടക്കുന്ന പത്രോസ് കൂടുള്ളവരെ അവൻ പ്രയോജനപ്പെടും, അതായത് അവൻ പ്രയോജനപ്പെടുന്നവനായിട്ട്. ഈ കൂട്ടം കൂടി നടന്ന പത്രോസ് തെറ്റ് ചെയ്തിട്ട് പോലും മടങ്ങി വരികയും അവന്റെ ജീവിതത്തിൽ വീണ്ടും ദൈവത്തോടുള്ള ബന്ധത്തിൽ, കർത്താവോടുള്ള ബന്ധത്തിൽ ആ ശിഷ്യൻ എന്ന പദവിയിൽ പുനഃസ്ഥാപിക്കപ്പെടാനിടയായിട്ട്. പിന്നത്തെ നമുക്കറിയാം, ഒരു വലിയ ശുശ്രൂഷ, അതായത് പെന്തക്കോസ്ത് നാളില് വലിയ ആത്മാവിന്റെ നിറവ് അവരനുഭവിക്കുകയും അന്നത്തെ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് സ്നാനപ്പെടാനിടയാണ്. 2-ാം അധ്യായത്തിൽ അങ്ങനെ പറയുമ്പോൾ 3-ാം അധ്യായത്തില് രോഗികളെ ആദ്യമായിട്ട് യേശുവിന്റെ മരണപുനരുത്ഥാനത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ രോഗസൗഖ്യ ശുശ്രൂഷ അത് പത്രോസിലൂടെ നടന്നു. 4-ാം അധ്യായത്തില് അവിടെ എല്ലാവരും കർത്താവിന് വിരോധമായി നിൽക്കുമ്പോഴും, ഇവർക്ക് വിരോധമായിട്ട് നിൽക്കുമ്പോഴും വളരെ ശക്തമായിട്ട് കർത്താവിനോട് നിൽക്കാണ്ട് പത്രോസിനെ കർത്താവ് ഉപയോഗിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തില് കൊർന്നേല്യോസിന്റെ ഭവനത്തിൽ, അതായത് വിജാതിയരുടെ ആദ്യത്തെ ഭവനത്തിലെ ശുശ്രൂഷ അത് ചെയ്യാനായിട്ട് പത്രോസിനെ കർത്താവ് ഉപയോഗിച്ചു. അപ്പൊ അങ്ങനെ പത്രോസിന്റെ ശുശ്രൂഷയുടെ വിവിധ ഘട്ടങ്ങളെ നമ്മൾ കാണുമ്പോൾ എല്ലായിടത്തും വളരെ സ്പെഷ്യൽ ആയിട്ട് ഉപയോഗിക്കപ്പെട്ടത്. പക്ഷെ പത്രോസ് എപ്പോഴും കൂടെ നിൽക്കുന്നു, കൂടത്തില് അവരുടെ കൂടെ നടക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും നിന്ന് വേറിട്ട് നിന്നുകൊണ്ടല്ല നാം ആരാണ്, എന്താണ് എന്നൊക്കെ തെളിയിക്കേണ്ടത്. നമ്മുടെ മേലൊരു വിളി ഉണ്ടെന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു വ്യക്തി ഒരിക്കലും കൂട്ടം വിട്ട് അല്ല എല്ലാവരും ഉപേക്ഷിച്ച് മാറി നിൽക്കരുത്. നിങ്ങളുടെ ഡ്രസ് കോഡ് അല്ല മാറേണ്ടത്, നിങ്ങളുടെ സംഭാഷണ രീതി അല്ല മാറേണ്ടത്, നിങ്ങളുടെ ഭക്ഷണക്രമം അല്ല മാറേണ്ടത്, നിങ്ങളുടെ ചിന്താഗതിയാണ് മാറേണ്ടത്. അതായത് don't think you are different, but think different. നിങ്ങൾ വ്യത്യസ്തരായി ചിന്തിക്കാൻ തുടങ്ങി. നിങ്ങൾ ആളുകളുടെ കൂടെ നടക്കുമ്പോൾ തന്നെ നിങ്ങളോട് തന്നെ പറഞ്ഞ്, എന്റെ വിളി വേറെയാണ്, എന്റെ വിളി വ്യത്യാസമായതാണ്, ഞാൻ ഇവരുടെ നടുവിൽ വ്യത്യസ്തനായി ചിന്തിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവർ, വ്യത്യസ്തനായ നിലയിൽ ബിഹേവ് ചെയ്യാൻ തെരഞ്ഞെടുക്കപ്പെട്ടവർ. അവരെല്ലാവരും സ്നേഹമില്ലാതിരിക്കുമ്പോൾ ഞാൻ സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടു. എല്ലാവരും മടുത്തു പോകുമ്പോൾ, എല്ലാവരും ജീവിതത്തിനകത്ത് ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ മടുത്ത് തളർന്നു പോകുമ്പോൾ, ദൈവത്തെ കുറ്റം പറയുമ്പോൾ, ദൈവത്തിന്റെ ശക്തി ഈ പ്രതികൂലത്തിന്റെ നടുവിൽ വെളിപ്പെടുത്താൻ തെരഞ്ഞെടുക്കപ്പെട്ടവർ. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ പഴിക്കുമ്പോൾ ഇല്ല, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിനകത്ത് ദൈവമഹത്വം വെളിപ്പെടുത്തുവാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ എന്നുള്ള ബോധ്യമാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ, ഈ നാടുകളിൽ നമ്മുടെ ഉള്ളിൽ, ഹല്ലേലൂയ, നമ്മളോട് തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇവരെല്ലാവരും നിന്ന് വ്യത്യസ്തനായി നിന്നുകൊണ്ടല്ല ഇവരെ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവരുടെ കൂടെ നടന്നുകൂടെ തന്നെ വ്യത്യസ്തമായി ചിന്തിക്കുന്നവനായിട്ട് ഇവരെ തൊടാൻ പോവാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ പലതരത്തിലുള്ള പ്രയാസങ്ങള്, പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ ജീവിതത്തെ മടുക്കുന്ന പോലൊക്കെ തോന്നിയേക്കും. പക്ഷെ അവിടെ നിങ്ങൾ ജീവിതത്തിൽ മടുത്തു പോവുകയല്ല ചെയ്യുന്നത്, അവിടെ ജീവിതത്തിനകത്ത് തളർന്നു പോവുകയല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ബോധ്യം ഉണ്ടാവണം, നിങ്ങളെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി ശ്രേഷ്ഠമായതാണ് എന്നൊരു അറിവ് നിങ്ങളുടെ അകത്തുണ്ടാവും. ആ അറിവ് നിങ്ങളുടെ അകത്ത് വരുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾക്ക് അതായത് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ അകത്ത് എന്നെ കൊള്ളത്തില്ല, എന്നോട് ആർക്കും സ്നേഹമില്ല, ഞാനൊരു നല്ല കുടുംബത്തിൽ ജനിച്ചവനല്ല, ഞാൻ കൊള്ളത്തില്ലാത്തവനാണ് എന്നൊരു ചിന്ത വരുമ്പോൾ, ഞാൻ കൊള്ളാവുന്നവനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ചിലപ്പോൾ ചെയ്യുന്ന ചില പ്രവൃത്തികളാണ് അബദ്ധമായി മാറുന്നത്. എന്നാൽ ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ആരെയും സ്നേഹിക്കാനോ കരുതാനോ ഒന്നും ഒരു പ്രയാസം ഉണ്ടാകും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ നമ്മളെ തന്നെ പറഞ്ഞുറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിൽ ഐ ആം പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൽ തികഞ്ഞവൻ, ഞാൻ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ ക്രിസ്തുവിൽ മാനിക്കപ്പെട്ടവൻ, ഞാൻ ക്രിസ്തുവിൽ എല്ലാവിധ അനുഗ്രഹത്തിനും അവകാശിയും. ഈ ബോധ്യമാണ് എന്റെ അകത്ത് വരുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അവിടെ
നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് യൂദാസ് വരും. യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് യൂദാസ് അവിടെ വരുമ്പോ അത് യൂദാസിന് അറിയാം യേശു ശിഷ്യന്മാരുമായിട്ട് പോയി ഇരിക്കുന്ന സ്ഥലമൊക്കെ അറിയാം. അതുകൊണ്ട് ആ കറക്റ്റ് സ്ഥലത്തേക്ക് വരും. പക്ഷെ അവിടെ വരുമ്പോഴും പട്ടാളക്കാരും ചേവകരും എല്ലാവരും ഉണ്ട്. പക്ഷെ അവരുടെ കൂടെ യൂദായും കൂടെ വന്നു. എന്താണെന്ന് പറയാം, യൂദാസ് കൂടെ വന്നു. യൂദാസിന് വേറെ മാറി നിൽക്കാമായിരുന്നു. പക്ഷെ യൂദാസ് നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഒരുവനെ ചുംബിക്കും, ചുംബിക്കുന്നവനെ നിങ്ങൾ പിടിച്ചോണം. അതായത് പ്രിയപ്പെട്ടവർ ചിന്തിച്ചു നോക്കണം, അവിടെ ആ കാലഘട്ടത്തിൽ ഒരിക്കൽ 4000 പേർക്ക് 4000 പുരുഷന്മാർ, അപ്പൊ ഏകദേശം ഒരു 12,000-ലധികം ആളുകൾ, പിന്നീട് 5000 പുരുഷന്മാർ, അപ്പോഴ് ഒരു 20,000-ലധികം, അത്രയും വലിയ ആളുകൾ പിൻഗമിക്കുന്ന ഒരു നേതാവാണ് യേശു. അപ്പൊ യേശുവിനെ രൂപം കൊണ്ട് ഭാവം കൊണ്ട് കണ്ടുപിടിക്കാനൊന്നും വലിയ പ്രയാസമില്ല. അവർ പറഞ്ഞ കാര്യം എന്താ, ഇവനെങ്ങനെയാ ദൈവപുത്രൻ എന്ന് പറയുന്നത്? നമുക്കറിയാലോ, ഇവൻ മറിയയുടെ മകനല്ലേ, ഇവന്റെ സഹോദരന്മാര് നമ്മുടെ നടുവിൽ ജീവിക്കുന്നുണ്ട്, യോസഫിന്റെ മകനല്ലേ. അപ്പൊ കാഴ്ച കൊണ്ട് വ്യത്യസ്തനല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മറ്റുള്ള 11 അപ്പോസ്തലന്മാരെയും യേശുവിനെ തമ്മിൽ വേർതിട്ട് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് യൂദാസ് വന്ന് ചുംബനത്താൽ കാണിച്ചു കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ അത്രത്തോളം അവരുമായിട്ട് ഇഴുകിച്ചേർന്നവനായിരുന്നു യേശു. എന്നാൽ അവരെ പോലെ വസ്ത്രം ധരിച്ചപ്പോഴും, അവരെ പോലെ നടന്നപ്പോഴും, അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചപ്പോഴും തന്റെ അകത്തൊരു ബോധ്യം ഉണ്ടായിരുന്നു, ആമേൻ, പിതാവും ഞാനും ഒന്ന്. എന്റെ അകത്ത് ഉള്ള പരിശുദ്ധാത്മാവും എന്റെ അകത്തുള്ള അഭിഷേകം വേറെയാണ്. പ്രിയപ്പെട്ടവരെ, ആ ബോധ്യത്തിലാണ് യേശു അവരുടെ കൂടെ നടന്നപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരുന്നത്, ചിന്തിച്ചു കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ കുടുംബത്തിൽ, ഹല്ലേലൂയ, ആമേൻ, വ്യത്യസ്തരായി ചിന്തിക്കാൻ വിളിക്കപ്പെട്ടത്, നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് വ്യത്യസ്തമായി ചിന്തിക്കാൻ വിളിക്കപ്പെട്ടത്. പ്രതികൂലങ്ങൾ വന്നു, ആ അസ്വസ്ഥതകൾ വന്നു, തകർന്നു, തീർന്നു, ഇനി ഒരു സാധ്യതയും മുമ്പിലില്ല എന്ന് ജീവിതത്തെ എഴുതിത്തള്ളാൻ വിളിക്കപ്പെട്ടവരല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലില്ല. വിട്ടുവെക്കുന്ന ഒരു ദൈവമുണ്ട്, അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, അസാധ്യതകൾ സാധ്യതയുടെ വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ചിന്തിക്കാൻ, ആ ദൈവത്തിന്റെ ഭാവം വെളിപ്പെടുത്താനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ, ഞാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഒരു രോഗിയായ ഒരാൾ, പ്രയാസം അനുഭവിക്കുന്ന ഒരു ഭവനം, പാപത്തിൽ കിടക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിലോ, രോഗിയായ വ്യക്തിയെ സന്ദർശിക്കുന്നതിലോ, അല്ലെങ്കിൽ കുറ്റം പറയുകയും അല്ലെങ്കിൽ തെറ്റായ നിലയിൽ ജീവിക്കുന്നവരുടെ അടുത്ത് പോവുകയും അവരെ സ്നേഹിക്കുകയോ ചെയ്യുന്നതിലല്ല തെറ്റ്. അതല്ല തെറ്റ്. നിങ്ങൾ അവരെ പോലെ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം. നിങ്ങൾ വേറിട്ടൊന്ന് ചിന്തിച്ചേ, ഞാൻ ഇവരിൽ നിന്ന്, ആമേൻ, കർത്താവിന്റെ കൃപയാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടുകൂടെ പുത്രത്വത്തിന്റെ പദവി വെളിപ്പെടുത്തുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ സ്ഥാപനം, നിങ്ങൾ എവിടെയാണോ അവിടെ വ്യത്യസ്തമായി ചിന്തിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴുകൻ ഏകദേശം 10,000 മുതൽ 15,000 വരെ അടി ഉയരത്തിൽ പറക്കും. അതുപോലെ തന്നെ കഴുകൻ അതിന്റെ കാഴ്ചശക്തി മനുഷ്യനുള്ളതിനേക്കാൾ 4 ഇരട്ടി മുതൽ 8 മടങ്ങ് വരെ ശക്തിയുണ്ട് അതിന്റെ കാഴ്ചശക്തി. അത് ശബ്ദത്തിനെയോ ജീർണിച്ചതിനെയോ ഭക്ഷിക്കുന്നു. എന്നാൽ അതും പക്ഷികളുടെ കൂടെ തന്നെ അറിയപ്പെടും. അതിന്റെ ജീവിത രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് എല്ലാം പക്ഷികളെ പോലെ, പക്ഷെ അതിന്റെ ചിന്താഗതി ശ്രേഷ്ഠമായത്, അത് വേറിട്ട് നിൽക്കുക. ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ കഴുകനെ പോലെയാണ്, ഞാൻ പരുന്തിനെ പോലെയാണ്, ഈഗിളിനെ പോലെയാണ്, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ കൂടെ ചേരാൻ കൊള്ളത്തില്ല, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനോഭാവത്തിൽ നിങ്ങൾ ഉന്നത നിലവാരം പുലർത്താൻ, നിങ്ങൾ ആളുകളിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ടോ, നിങ്ങൾ വിഭിന്നമായ ഒരു വസ്ത്രധാരണ രീതി പിന്തുടരുന്നത് കൊണ്ടോ, നിങ്ങളൊരു വിഭിന്നമായ ഒരു സംഭാഷണ രീതി നിങ്ങൾ പിന്തുടരുന്നത് കൊണ്ടോ ഒരിക്കലും നിങ്ങൾക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ സാധ്യമല്ല. പക്ഷെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം ഉണ്ടാകണം. എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ ഉയരത്തിൽ നിന്നുള്ളവനാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം,
യേശു എപ്പോഴും എല്ലാവരുടെ കൂടെ നടക്കുമ്പോഴും കർത്താവിന്റെ സംഭാഷണം വേറെയായിരുന്നു, അല്ലെ? എല്ലാവരും ഇവളെ കൊല്ലണമെന്ന് പറഞ്ഞു വന്നപ്പോൾ കർത്താവ് പറഞ്ഞില്ല, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. കർത്താവ് പറഞ്ഞു, നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. കുഷ്ഠരോഗിയെ തൊടുക എന്ന് പറയുന്നത് അന്ന് അശുദ്ധമായിരുന്നു, പക്ഷെ യേശു കുഷ്ഠരോഗിയെ തൊട്ടു. അതുപോലെ തന്നെ എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് യായൂറോസിന്റെ കുഞ്ഞിന്റെ ആ വീട്ടിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞില്ല, കുഞ്ഞ് മരിച്ചിട്ടില്ല. ലാസറിന്റെ കല്ലറവാതിക്കൽ വന്നിട്ട് പറഞ്ഞില്ല, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ ഇവിടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കർത്താവ് എല്ലാരെയും പോലെ ചിന്തിക്കുന്നവനല്ല, എന്നാൽ അവരുടെ കൂടെ നടക്കുന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ശക്തമായ ഒരു ശുശ്രൂഷ ചെയ്തെടുക്കാം. അതിന് നിങ്ങളിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട മാറ്റം ഡ്രസ് കോഡിലല്ല, ഭക്ഷണ രീതിയിലല്ല, ക്രമത്തിലല്ല. ആമേൻ. നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് രാജ്യങ്ങളെ ചലിപ്പിക്കാൻ പറ്റും, ദേശങ്ങളെ ചലിപ്പിക്കാൻ പറ്റും, കുടുംബങ്ങളെ ചലിപ്പിക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ വിളിയാണ്. അതിന് നിങ്ങളിൽ ഉണ്ടാകേണ്ട മാറ്റം ചിന്താഗതികളെ മാറ്റുക, ചിന്താഗതികളെ മാറ്റുക. പ്രൈസ് ഗാഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. കർത്താവേ, ഈ പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിനകത്ത് ഒരു അസാധാരണമായ കൃപ അവരുടെ ഉള്ളിലേക്ക് പകർന്നു കർത്താവേ. അവരെ കുറിച്ച് ഞാൻ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണെന്ന് ചിന്തിക്കുന്നതിനപ്പുറം വ്യത്യസ്തമായി ചിന്തിക്കുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുവരണം കർത്താവേ. പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെ നടുവിൽ ഹല്ലേലൂയ അത് എന്നെ തൊടത്തില്ല. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ക്രിസ്തുവിന്റെ രക്തത്താൽ ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവൻ എന്ന തിരിച്ചറിവോടെ നിൽക്കാനായിട്ട് കർത്താവ് വചനത്തിൽ പറയുന്ന പോലെ കർത്താവെ, വക്രതയും കോട്ടവുമുള്ള തലമുറകളുടെ നടുവിൽ അനിന്യരും പരമാർത്ഥികളുമായിട്ട് ഹല്ലേലൂയ കർത്താവിനോട് നിൽക്കാനായിട്ട്, അതേ കർത്താവിന്റെ ഇടയിൽ ഹല്ലേലൂയ ദൈവവചനം അനുഷ്ഠിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ പരിശുദ്ധ അമ്മാവേ അതിനുള്ള കൃപയും അഭിഷേകം അവരുടെ ഉള്ളിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വീട്ടിനകത്ത്, അവരുടെ ജോലി സ്ഥലത്ത്, അവരായിരിക്കുന്ന ദേശത്ത് ഒരു അനുഗ്രഹമായി, സാക്ഷികളായി, മാതൃകയായി, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി അവർ മാറട്ടെ കർത്താവ്. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലുള്ള അനുഗ്രഹം കൊണ്ട് അവരെ നിറയ്ക്കണം. അവരുടെ ജീവിതം അനുഗ്രഹത്തിന്റെ നിറവിൽ നിന്ന് നിറവിലേക്ക്, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നയിക്കപ്പെടാൻ പരിശുദ്ധാത്മാവേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നയോളം കരുതിയതിനായി, നടത്തിയതിനായി, പരിപാലിച്ചതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ്. തുടർന്ന് കൃപയിൽ മറക്കണം, അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എല്ലാം വ്യത്യസ്തരാണ് എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരായി മാറും. അതെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനെ സഹായിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുകയും ഒപ്പം ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കാനായിട്ട് ഇതിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് സൗജന്യമായിട്ട് ആ പുസ്തകം ലഭിക്കും. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you. Amen.